ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്നും ലഭിക്കുമ്പോഴല്ല, മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ്. ഭയം എന്നത് മിഥ്യയാണ്. ഭയം നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ മാത്രമാണ്. മറ്റൊരിടത്തും ഭയം നിങ്ങൾക്ക് ദർശിക്കാനാകില്ല. ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാൻ ഈ 2 കാര്യങ്ങൾ ചെയ്യുക. ആരുടെയും ആരുമാകാതിരിക്കുക, ആരെയും നിങ്ങളുടെ ആരുമാക്കാതിരിക്കുക. നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല, നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. വെറുപ്പ്, സൗഹൃദം, കോപം, സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല. തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. നമ്മുടെ ഇന്നലെകൾ കഴിഞ്ഞു പോയതാണ്. നാളെകൾ എന്താണെന്ന് അറിയില്ല. ഇന്നിൽ ജീവിക്കുക, സ്നേഹം കണ്ടെത്തുക, സമാധാനം കണ്ടെത്തുക. നേരുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ എവിടെയും എത്തില്ല. കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കണം. അപ്പോഴേ ലക്ഷ്യസ്ഥാനത്തിന് അർത്ഥമുണ്ടാകൂ. എപ്പോഴും അനുകൂലമായ കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ ജീവിതം സുഗമമാകില്ല. പ്രതികൂല സാഹചര്യത്തിലൂടെയും സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനാകൂ. പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്. കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ്. ജീവിതത്തിൽ ഒരു കോണിൽ നമ്മെ ഒറ്റപ്പെടുത്തുന്ന ചിലരുണ്ടാകും. മറുവശത്ത് നമ്മെ ചേർത്ത് നിർത്താനും തീർച്ചയായും ചിലരുണ്ടാകും. ഒരു തവണ വിജയിച്ചവരെക്കാൾ അറിവും അനുഭവവും പലതവണ തോറ്റവർക്കായിരിക്കും. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ട് ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. ബുദ്ധിമാനായ മനുഷ്യൻ എപ്പോഴും സമയത്തിന്റെ ആനുകൂല്യത്തെ പറ്റിയും സുഹൃത്തുക്കളുടെ ആനുകൂല്യത്തെ പറ്റിയും വരുമാനത്തിന്റെ ആനുകൂല്യത്തെ പറ്റിയും കരുതലോടെ ജീവിക്കും. 1000 പുസ്തകങ്ങളിൽ നിന്ന് 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും. ഒരു സ്ത്രീ അവളുടെ പ്രശ്നത്തെക്കുറിച്ച് ഒരു പുരുഷനോട് പറഞ്ഞാൽ അതിനർത്ഥം അവൾ അയാളെ ഏറ്റവും അധികം വിശ്വസിക്കുന്നു എന്നതാണ്. ചെറുതാണെന്ന് കരുതി കുരുമുളകിനെ പുച്ഛിക്കരുത്. അത് എത്ര കഠിനമാണെന്ന് അറിയാൻ കഴിച്ചു തന്നെ നോക്കണം. അതുപോലെ തന്നെയാണ് ചില മനുഷ്യരും. നിങ്ങൾക്കില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം പാഴാക്കരുത്. ഉള്ളതുകൊണ്ട് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.